സൺഡേ സലമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. നമ്മുടെ നാട് കേരളം ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഒരു ഭാഗത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമങ്ങളും ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അറസ്റ്റുകളും സ്കൂളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ലഹരി കച്ചവടവും അങ്ങനത്തെ ഒരു ഭാഗം. വേറൊരു ഭാഗത്ത് ലഹരിയിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്താനായി സംസ്ഥാനത്തെ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു ക്യാമ്പയിൻ. അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ 33 വർഷം അധ്യാപകൻ എന്ന നിലയിൽ ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ, അതിന് മുൻപ് വിദ്യാഭ്യാസ മേഖല ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം പറയണമെന്ന് എൻ്റെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളുമായിട്ടുള്ള പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു 2 ഭാഗങ്ങളായിട്ട് തീർക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ലഹരി കഴിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ആ ലഹരി അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു മാർക്കറ്റുണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. ഈ 2 കാര്യങ്ങളെ 2 ഭാഗമായിട്ട് കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ഒരു വ്യക്തിയിലേക്ക് കഴിക്കുന്ന ഒരു വ്യക്തി, അത് വിദ്യാർത്ഥി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന ഒരാളായിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ലഹരി കഴിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. കൂടാതെ ലഹരി അയാൾക്ക് എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ എത്താനുള്ള ഒരു അവൈലബിലിറ്റി, അദ്ദേഹത്തിന് ലഹരി കിട്ടുന്ന ഒരു മാർക്കറ്റുണ്ട്. ഇതിനെ 2നെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡീൽ ചെയ്യാം. ആദ്യത്തെ വീഡിയോയിൽ വ്യക്തിയുടെ ഫോർമേഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ കുറേ മണ്ണോ അല്ലെങ്കിൽ നമ്മൾ ബൗണ്ടറി വരച്ചിടുന്ന ഒരു ചിത്രത്തിനകത്ത് കാണുന്ന സ്ഥലമോ അല്ല. ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിൽ അധിവസിക്കുന്ന മനുഷ്യരാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഉള്ള 140 കോടി മനുഷ്യരാണ്, 140-ൽ പരം കോടി മനുഷ്യരാണ് ഇന്ത്യ എന്ന രാജ്യം. ആ രാജ്യത്തിലെ ഓരോ വ്യക്തികളും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്, ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ഒരു മനുഷ്യ ശിശു ഒരു കുടുംബത്തിൽ ജനിക്കുന്നു. ആ വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് പ്രധാനമായും അച്ഛനും അമ്മയും അധ്യാപകരുമാണ്. അച്ഛനും അമ്മയും അധ്യാപകരുമാണ്. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരം മാതാ പിത ഗുരു ദൈവം എന്ന് പറയുന്നത്. ജീവന്റെ ഉറവിടം ദൈവമാണ്. ദൈവത്തിൽ നിന്ന് ജീവൻ ഭൂമിയിലേക്ക് എത്തുന്നു. ആ ജീവനെ പിന്നീട് ഭൂമിയിൽ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഭൂമിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത് അച്ഛനും അമ്മയും മാതാപിതാക്കളുമാണ്. 6 വയസ്സിനുള്ളിൽ ഒരു കുഞ്ഞിൻ്റെ സൈക്കോളജിയുടെ ഫൗണ്ടേഷൻ പൂർണ്ണമാവുന്നു എന്നാണ് വിചാരിക്കുന്നത്. അവൻ്റെ മനഃശാസ്ത്രത്തിൻ്റെ, വാല്യൂസിനെ കുറിച്ചുള്ള അവൻ്റെ ചിന്തകളുടെ, ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള അവൻ്റെ മനസ്സിൻ്റെ, അവൻ്റെ നീതിബോധത്തിൻ്റെ അടിത്തറ ഈ ഒരു 6 വയസ്സിനുള്ളിൽ അത് രൂപപ്പെടും. അടിത്തറ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ. ഇപ്പോൾ നമ്മളൊരു വീട് പണിയാൻ വേണ്ടി വീടിന് നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു. വീടിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതിന് മുൻപ് വീടിൻ്റെ മുഴുവൻ പ്ലാനും വരച്ച്, പലതവണ വരച്ച്, അതിൽ വരുത്താനുള്ള മുഴുവൻ കറക്ഷൻസും ഒക്കെ വരുത്തിയ ശേഷം മാത്രമാണ് നമ്മൾ വീടിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യുന്നത്. അതിന് കാരണം വീടിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുത്താൻ പറ്റില്ല. കോസ്മെറ്റിക് ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താൻ പറ്റും. നിങ്ങൾക്കൊരു ജനൽ എവിടെ വെക്കണം അല്ലെങ്കിൽ ഒരു ഡോർ എവിടെ വെക്കണം, ഇത്തരം കാര്യങ്ങൾ വേണം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. നേരെ മറിച്ചൊരു ഭിത്തി എവിടെയാണ് കെട്ടേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മാറ്റാനാവില്ല. അത് ഫൗണ്ടേഷന് മുകളിൽ തന്നെ ചെയ്യണം. അതായത് ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നത് ഫൗണ്ടേഷനിലാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം ഏറ്റവും അധികം ആശ്രയിക്കുന്നത് അയാൾ ജനിച്ചു വളർന്ന കുടുംബത്തെയാണ്, മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളും സ്വാഭാവികമായിട്ടും സഹോദരങ്ങളും വളരെ അടുത്ത ബന്ധുക്കളും ഒക്കെ ഇതിനകത്ത് വരും. മാതാപിതാക്കൾ എന്ന് പറയുമ്പം അവരുടെ കൂടെ ആ കുടുംബം മൊത്തമായിട്ട് വരും. ആ കുടുംബത്തിൽ നിന്നാണ് ഒരു കുഞ്ഞ് കാര്യങ്ങൾ കണ്ട് പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ഇങ്ങനെ ഉണ്ടായ ഈ ഫൗണ്ടേഷൻ്റെ മുകളിൽ ഒരു നല്ല വ്യക്തിയെ വാർത്തെടുത്ത് കൊണ്ടുവരുന്നത് അധ്യാപകരാണ്. അപ്പം മൈക്കലാഞ്ചലോയുടെ ഒരു മനോഹരമായ കഥയുണ്ട്. ഒരിക്കലും മൈക്കലാഞ്ചലോ ഒരു കല്ലിൻ്റെ മുകളിൽ, ഒരു മാർബിൾ കല്ലിൻ്റെ മുകളിൽ അദ്ദേഹം ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശില്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊത്തുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇദ്ദേഹത്തെ വന്ന് കാണുമ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ചതാണ്, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിമ എന്താണ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മൈക്കലാഞ്ചലോ പറഞ്ഞത്, ഈ കല്ലിനകത്തൊരു മാലാഖ ഒളിച്ചിരിപ്പുണ്ട്, ഞാൻ ആ മാലാഖയെ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് കല്ലിനകത്ത് മാലാഖയൊന്നുമില്ലെന്ന് നമുക്കറിയാം. ആ കല്ലിൻ്റെ കുറേ ഭാഗങ്ങളിനെ കൊത്തി കളഞ്ഞ് അതിനെ ഒരു മാലാഖയുടെ രൂപത്തിലാക്കി എടുക്കുന്ന ആ പ്രോസസ്സാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇതാണ്. ഒരു റോ ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലിനെ അവൻ്റെ ദുസ്വഭാവങ്ങളിൽ നിന്നും അവൻ്റെ മൃഗീയതകളിൽ നിന്നും അവൻ്റെ സംസ്കാര ശൂന്യതകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തി ഒരു നല്ല വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിദ്യാഭ്യാസമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പം ഇതിൽ പിന്നീട് നമ്മൾ വരുന്നു, സുഹൃത്തുക്കളിലേക്ക് എത്തുന്നു. നമ്മൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടാവും. സുഹൃത്തുക്കളിൽ നിന്ന് വാസ്തവത്തിൽ നമ്മൾ പഠിക്കുന്നത് മത്സരിക്കാൻ പഠിക്കുകയാണ്.
നമ്മുടെ സുഹൃത്തുക്കളോട് ഓരോ കളികളിലും അവരുമായി ഇടപെടുന്ന ഓരോ അവസരങ്ങളിലും നമ്മൾ ഈ ലോകത്തിൽ പതുക്കെ പതുക്കെ മത്സരിച്ചും സഹകരിച്ചും ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ട്രെയിനിങ് കിട്ടുന്നത് പിയർ ഗ്രൂപ്പിൽ നിന്നാണ്. നമ്മളുടെ സമപ്രായക്കാരായ ആളുകളുടെ ഇടയിൽ നിന്നാണ് നമുക്ക് മത്സരിച്ചും സഹകരിച്ചും ഒരു സോഷ്യൽ ഇൻഡിവിജ്വലായിട്ട് വളർന്നു വരുവാനുള്ള ട്രെയിനിങ് ലഭിക്കുന്നത് സൗഹൃദങ്ങളിൽ നിന്നാണ്, കൂട്ടുകെട്ടുകളിൽ നിന്നാണ്. അപ്പം ഈ അടിസ്ഥാന വാല്യൂസിനെ കുറിച്ച് ഒരിക്കലും എന്നെ ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷന് അധ്യക്ഷനായി ക്ഷണിച്ചു. അപ്പോൾ അതിലെ ഒരു പ്രസംഗകൻ നമ്മളുടെ സിനിമാ ഡയറക്ടർ സത്യനന്ദിക്കാടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഒരിക്കലും തിരുവനന്തപുരത്ത് എന്തോ ആവശ്യത്തിന് പോയപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് മദ്രാസിൽ നിന്നൊരു വിളി വന്നു. ഒരു സിനിമയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉടനെ മദ്രാസിലെത്തണം. അപ്പോൾ അദ്ദേഹം നേരെ തിരുവനന്തപുരത്ത് ഫ്ലൈറ്റ് പിടിച്ച് ചെന്നൈയിലെത്തി. അപ്പോൾ ചെന്നൈയിലെത്തി കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇദ്ദേഹം സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലമുണ്ട്, ലോഡ്ജുണ്ട്, ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലെത്തി ഒരു കാർ അറേഞ്ച് ചെയ്തു. ഇദ്ദേഹത്തിന് സ്ഥിരം ഡ്രൈവറൊക്കെ ഉണ്ട്. അപ്പം ആ കാറിൽ അദ്ദേഹം കുറച്ച് വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി ഏതോ ഒരു ഷോപ്പിലേക്ക് പോയി. അപ്പോൾ ഷോപ്പ് നല്ല തിരക്കുള്ള ഷോപ്പാണ്. അവിടെ പോയി കാർ പാർക്ക് ചെയ്ത് അദ്ദേഹം കാർ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടി, അതിൻ്റെ എളിയിൽ വേറൊരു ചെറിയ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഓടി വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഇയർബഡ്സ്, ചെവിയിൽ ഉപയോഗിക്കുന്ന ഇയർബഡ്സ് കുറച്ച് വിലയുള്ളതാണ്, ഒരെണ്ണത്തിന് 5 രൂപയുണ്ട്. അപ്പോൾ ഒരു ഇയർബഡ് വാങ്ങണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് പിന്നാലെ കൂടി. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല തിരക്കാണ്. ഈ ഡ്രസ്സ് വാങ്ങി പോയി ഹോട്ടലിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹത്തിൻ്റെ മേഖലയിലേക്ക് പോകേണ്ടതുണ്ട്, അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം മുണ്ടും ഷർട്ടുമാണ് അക്കാലത്ത് ധരിക്കുന്നത്, പാൻറ് ധരിക്കില്ല. അപ്പോൾ ആ മുണ്ടും ഷർട്ടും കിട്ടുന്ന ഷോപ്പുകൾ ചെന്നൈയിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകം ഷോപ്പ്, അദ്ദേഹം ആ ഷോപ്പിൻ്റെ പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. ആ ഷോപ്പിലാണ് അദ്ദേഹം പോയത്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ശല്യപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ പുറകെ സർ പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വേഗം ഓടി രക്ഷപ്പെട്ട് ഷോപ്പിനുള്ളിൽ കയറി. ഷോപ്പിനുള്ളിൽ കുട്ടിക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഷോപ്പ് വരെ ഈ കുട്ടി ഇദ്ദേഹത്തെ ചേസ് ചെയ്തു ഇത് വിൽക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഷോപ്പിനുള്ളിൽ കയറി സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. അപ്പം ഇദ്ദേഹം നല്ല തിരക്കാണ്. സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം ഉണ്ടായിരുന്ന ഒരു 35 രൂപയാണ് ബാലൻസ് വന്നത്. അത് 7 5 രൂപ കോയിൻസ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇത് പോക്കറ്റിലിടാനുള്ള സമയം പോലും ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം ഇതും ഇറക്കി പിടിച്ച് ഓടി കാറിൽ ഡോറിന് പുറത്തിറങ്ങിയപ്പോൾ ഈ കുട്ടി എവിടെ എങ്ങാനുണ്ടോ, ഇനി എന്നെ പിടികൂടുമെന്ന് അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് കുട്ടിയില്ലാന്ന് ഉറപ്പാക്കി ഇദ്ദേഹം ഓടി പോയിട്ട് കാറിനകത്ത് കയറി. പക്ഷേ കാറിൻ്റെ ഡോറ് തുറന്നപ്പോഴേക്കും ഈ കുട്ടി ഇദ്ദേഹത്തെ ബാക്കിൽ നിന്ന് പിടികൂടി, സർപ്രൈസ്, ഒരു ബെഡ്, ഒരെണ്ണം വാങ്ങിക്കും സാർ എന്ന് പറയണം. അപ്പോൾ അദ്ദേഹത്തിന് വലിയ തിരക്കാണ്. അപ്പോൾ അദ്ദേഹം സംബന്ധിച്ച് ഈ സാധനം ആവശ്യമില്ല, അദ്ദേഹം ഉപയോഗിക്കുന്ന സാധനമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടി എനിക്കിത് വേണ്ട, കുട്ടി ഒരു കാര്യം ചെയ്യും, ഈ പൈസ പിടിച്ചു എന്ന് പറഞ്ഞ് ഈ 7 5 രൂപ തൊട്ട് ആ കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്ത് ഇദ്ദേഹം ഡോർ അടച്ച ഉടനെ ഈ കുട്ടി ഡോറിൽ തട്ടി ആ കുട്ടിയുടെ മുഖം വാടിയിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ച് കിട്ടിയെന്ന് പറഞ്ഞു പോയിട്ടായിരിക്കും. അപ്പോൾ ആ കുട്ടി സർ എന്താ കുഞ്ഞെ എന്ന് മട്ടിൽ ഇദ്ദേഹം ഇറിറ്റേഷനോടെ കാണിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, സർ പ്ലീസ്, ഈ പൈസ എനിക്ക് വേണ്ട, ഇത് സാർ എടുത്തോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാർ നീ എടുത്തോ, ഞാനത് തന്നതാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അങ്ങനെയല്ല സർ, ഇത് സാർ എൻ്റെ അടുത്തുനിന്ന് ബഡ്സ് വാങ്ങിച്ചാൽ എനിക്ക് സന്തോഷമാണ്. 5 ബഡ്സ് വാങ്ങിയിട്ട് 7 ബഡ്സ് വാങ്ങിയിട്ട് 35 രൂപ തരികയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അല്ലാതെ വെറുതെ എനിക്ക് പൈസ വേണ്ട സർ. വെറുതെ എടുത്ത കുട്ടി, എനിക്ക് ബഡ്സ് ഉപയോഗമില്ല, അതുകൊണ്ടാണ്, എനിക്ക് സാധനം ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കുട്ടി പറയുന്നില്ല സാറ് പൈസ പിടിച്ചോളൂ, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരോടും വെറുതെ ഒന്നും വാങ്ങരുത് എന്ന്. ഇത്തരം മൂല്യങ്ങൾ ഒരു ശിശുവിൻ്റെ ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിക്കുവാൻ മാതാപിതാക്കൾക്ക് മാത്രമേ പറ്റൂ, വേറാർക്കും പറ്റില്ല. ഇത്തരം മൂല്യങ്ങൾ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊരു ഗാന്ധിജിയുടെ പുസ്തകം വായിച്ചിട്ടോ ഹരിചന്ദ്രൻ്റെ പുസ്തകം വായിച്ചിട്ടോ ഒരു ആൾക്ക് ഇങ്ങനെ ആവാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഒരു 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 വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കുടുംബ സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് എത്ര വലുതായാലും ശരി, അദ്ദേഹത്തിൻ്റെ ആ അടിസ്ഥാനപരമായ മനസ്സിൽ കിടക്കുന്ന മുറിവുകൾ അത് അവിടെ കിടക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രവാർത്തകൾ കണ്ടാണ്, ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും ട്രെയിനിൻ്റെ മുമ്പിൽ നിന്ന് ആത്മഹത്യ ചെയ്തു. അവരുടെ ഭർത്താവ് കള്ളുകുടിയനായിരുന്നു, തെമ്മാടിയായിരുന്നു, ഈ സ്ത്രീയെ മർദ്ദിക്കുന്നു, ജീവിതകാലം മുഴുവൻ ഇടിയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ചോദിച്ചു വരുമ്പോൾ എന്താ, ആ സ്ത്രീ, ഇവൻ്റെ അപ്പനും ഇത് തന്നെയാണ് ജോലി, അവൻ്റെ അമ്മനെ എടുത്തിട്ട് ഇടിക്കുന്നതാണ്. ഇതൊക്കെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടാണ് ഞാൻ ഈ സംഗതി, സീക്രട്ട് അല്ല, ഞാൻ ആരുടെ വീട്ടിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ല, ഇത് മാധ്യമങ്ങൾ വന്നൊരു സംഗതിയായിരുന്നു. അപ്പോൾ അവൻ്റെ കുഞ്ഞു ചെറുപ്പകാലം മുതൽ അവൻ കാണുന്നത് അവൻ്റെ അവൻ്റെ അമ്മയെ എടുത്തിട്ട് ചവിട്ടുന്നതാണ്. അപ്പോൾ അവനെ സംബന്ധിച്ച് അതൊരു കുറ്റമല്ല, അത് ഒരു മൂല്യമില്ല. ഒരു സ്ത്രീയെ മർദ്ദിക്കുന്നു, ഒരു സ്ത്രീയുടെ നില ഒരു പുരുഷൻ കൈ ഉയർത്തുക എന്നുള്ളത് പൗരുഷത്തിന് ചേരാത്തൊരു പ്രവൃത്തിയാണ് എന്ന്, മൃഗതുല്യമായൊരു പ്രവൃത്തിയാണ് എന്നൊരു ബോധ്യം അവൻ്റെ മനസ്സിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ മനസ്സിൽ കിട്ടിയിട്ടുള്ള ഒരാൾ എന്ത് പ്രകോപനം ഉണ്ടായാലും ഒരു സ്ത്രീയുടെ നില കൈ ഉയർത്തില്ല.
കാരണം അവൻ്റെ മനസ്സിൽ ആ മൂല്യം കിടക്കുന്നുണ്ട്. ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത് അത് ചെറുപ്പത്തിൽ പാരൻസിൽ നിന്ന് കിട്ടേണ്ടതാണ്. അത് പിന്നീട് അധ്യാപകർ വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ കിട്ടാതെ വരുന്ന ആളുകൾ സമൂഹത്തിന് തലപ്പത്ത് വന്നിരിക്കുമ്പോഴത്തെ ഒരു വലിയ ഗതികേട് നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നല്ല ഫോർമേഷൻ കിട്ടാത്ത ആളുകൾ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും ഭരണമേഖല, രാഷ്ട്രീയ മേഖലകളിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകൾ മുതൽ വളരെ മോശമായ ഫോർമേഷൻ ലഭിച്ച ആളുകളാണ്. അവരിൽ നിന്ന് അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. മൃഗതുല്യമായ മനസ്സാണുള്ളത്. ആരെയും എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം, ആരെയും എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാം. നമ്മൾ പിന്നെ ഒന്നിനും നോ റെസ്പോൺസിബിലിറ്റി. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ഞാനാണോ എന്ന് ചോദിച്ച കായേൻ്റെ അതേ മനോഭാവമുള്ള ആളുകളാണ് ഇന്ന് നമ്മുടെ ഭരണ തലപ്പത്തിരിക്കുന്നത്. കാരണം അവരുടെ ഫോർമേഷൻ അങ്ങനെയാണ്. ഇത്തരം ആളുകൾ പൗരോഹിത്യത്തിൽ പോലും പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലെ ഒരു വില്ലൻ ആ വീട്ടിൽ തന്നെയുള്ള ഒരു പുരോഹിതനാണ്. അപ്പൊ അതിന്റെ കാരണം ഇത്തരം ഒരു തരത്തിലുള്ള ഫോർമേഷനും ലഭിക്കാത്ത, അല്ലെങ്കിൽ അയൽവക്കക്കാർ പോലും കയറി പോകാൻ മടിക്കുന്ന ഒരു വീടാണ് ആ വീടെന്നുള്ള നിലയിലാണ് വാർത്തകൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഒരു പുരോഹിതനായി കഴിഞ്ഞാൽ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയാളുടെ ഫോർമേഷൻ അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അദ്ദേഹം ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞ് പിന്നെ ആ വസ്ത്രത്തെ നോക്കി തെറി വിളിച്ചിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹം ഇട്ട വസ്ത്രത്തിലൊന്നും അദ്ദേഹത്തിലെ അടിസ്ഥാന മനുഷ്യനെ മാറ്റിയെടുക്കാനാവില്ല. ഒരു കുടുംബത്തിൽ നിന്നുള്ള ഫോർമേഷനാണ് ഒരു വ്യക്തിയെ നിശ്ചയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചില പുറംപൂച്ചുകളൊക്കെ കാണിക്കാൻ പറ്റുമായിരിക്കും മനുഷ്യർക്ക്. പക്ഷേ അവൻ നീലവെള്ളത്തിൽ വീണ കുറുക്കനെ പോലെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ അവൻ്റെ സ്വഭാവം പുറത്ത് കാണിക്കും. പിന്നീട് സംഭവിച്ചത്, നമ്മളുടെ ഇവിടെ സാമ്പത്തികമായ വലിയ വളർച്ച നമ്മുടെ സമൂഹത്തിനുണ്ടായി. എല്ലാ വീടുകളിലും ധാരാളം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പിന്നീട് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ഒരു 5-10 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സുഭിക്ഷമായി ജീവിക്കാൻ വേണ്ടി നമ്മുടെ മുൻ തലമുറ സമ്പാദിച്ചത് മുഴുവൻ 1-2 പേരിലേക്ക് എത്തിച്ചേർന്നു. സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ വലിയ നേട്ടം വളരെ പെട്ടെന്നുണ്ടാവുകയും പുരുഷന്മാരിൽ നല്ലൊരു ശതമാനം, എൻ്റെയൊക്കെ തലമുറയിൽപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ തൊട്ട് മുൻപുള്ള തലമുറയിൽപ്പെടുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം പുരുഷന്മാരെ മദ്യപാനികളോ അല്ലെങ്കിൽ ജോലി ചെയ്യാത്തവരോ മടിയന്മാരോ ഒക്കെ ആയിത്തീരുകയും ചെയ്തു. ഇതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കുടുംബജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി തീർന്നു. അങ്ങനെ സ്ത്രീകളുടെ കുടുംബജീവിതം ദുസ്സഹമായി തീർന്നപ്പം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നും, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ളവരായിരിക്കണം പെൺകുട്ടികൾ എന്ന ചിന്തയുണ്ടാവുകയും ചെയ്തു. അങ്ങനെ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അവരെല്ലാവരും വളരെ പെട്ടെന്ന് ജോലിക്കാരായി. ഒന്നിൽ വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്നവരായി, ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവരായി. അങ്ങനെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ ഇടയിൽ നമ്മളുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ചും ഹിന്ദുക്കളിലെ മുന്നോക്ക സമുദായങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടായി. അതായത് ആൺകുട്ടികൾ പൊതുവെ വീട്ടിലെ സമ്പത്ത് കണ്ട് ലേസിയായി മടിയന്മാരായി ജീവിച്ചപ്പോൾ പെൺകുട്ടികൾ തങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ തന്നെത്താൻ പ്രാഞ്ചി പിടിച്ച് കയറണമെന്ന് മനസ്സിലായി. അവരെ കഠിനാധ്വാനം ചെയ്ത് നല്ല വിദ്യാഭ്യാസത്തിന് നല്ല ജോലി നേടി. അങ്ങനെ വന്നപ്പോഴത്തേക്കും പെൺകുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസമായി, ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറഞ്ഞു. അപ്പോൾ എൻ്റെ തലമുറ കഴിഞ്ഞു വന്ന തലമുറയിലേക്ക് സംഭവിച്ച പ്രശ്നം ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാതായി. കാരണം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടുതലാണ്. തന്നെ കഴിഞ്ഞും കുറവുള്ള വിദ്യാഭ്യാസമുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾ തയ്യാറില്ല. അപ്പോൾ വിവാഹത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ ഇത്തരം ഇൻബാലൻസുകൾ വന്നു. കൂടാതെ 90കളുടെ തുടക്കത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി വന്നു. ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ളത് വളരെ വലിയ, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വലിയ ഇൻഫർമേഷൻ ടെക്നോളജി എല്ലാ സംസ്കാരങ്ങളിലേക്കും നമുക്ക് എക്സ്പോഷർ കിട്ടി. അപ്പം മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് പലതും നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഈ കോഹാബിറ്റേഷൻ, ഓപ്പൺ ആയിട്ടുള്ള പ്രണയം, പിന്നെ സെക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടേക്ക് എത്തുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞാൽ ആ സമൂഹങ്ങളിൽ നമ്മൾ വാസ്തവത്തിൽ കടം കൊണ്ടത് മുഴുവൻ അവിടുത്തെ മോശം കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളല്ല. അവരവിടെ നല്ല ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്നേഹബന്ധങ്ങൾ, ഓപ്പോസിറ്റ് സെക്സിനിടയിലുള്ള സ്നേഹബന്ധങ്ങൾ നമ്മളുടെ ചൂഷണത്തിനായി ഉപയോഗിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്കും സമൂഹത്തിൽ ധാരാളം ചാതിവും വഞ്ചനയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ 2000 ആണ്ട് ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് തുടങ്ങി വരികയാണ്. കൂടാതെ മനുഷ്യരുടെ മൂല്യബോധത്തിലെ വലിയ ഇടിവ് സംഭവിച്ചു. ഇന്നിപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ച് പ്രസവിക്കാൻ പോലും ഒരു തയ്യാറല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, അവർക്ക് ഈ ഭൂമിയിൽ ചെയ്തു പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് വേറൊരു മനുഷ്യനെ ഈ ഭൂമിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനെ കഴിഞ്ഞ് വലിയൊരു നന്മ ഒരാൾക്കും ഈ ഭൂമിയിൽ ചെയ്യാനില്ല. ഒരു ഗാന്ധിജിക്കും അതിനെ കഴിഞ്ഞ് വലിയൊരു കർമ്മം ഈ ഭൂമിയിൽ ചെയ്യാനില്ല, വേറൊരു മനുഷ്യനെ ഭൂമിയിൽ എത്തിക്കുക. അപ്പോൾ മാതൃത്വം എന്ന് പറയുന്നത് അത്രയും വിലയേറിയ ഒരു സംഗതിയാണ്. അപ്പോൾ പക്ഷേ ഈ പുരുഷന്മാർ തന്നെ, വാസ്തവത്തിൽ പുരുഷന്മാർ തന്നെയാണ് കുടുംബങ്ങൾ വേണ്ട വിധം നോക്കാതെ പുരുഷന്മാർ തന്നെ സ്ത്രീകളെ ഇകഴ്ത്തി കാണിക്കുകയും അങ്ങനെ സ്ത്രീകൾ ആ ഒരു കോംപ്ലക്സിൽ നിന്ന് സ്വയം ജീവിക്കണം എന്ന രീതിയിൽ, സ്വാതന്ത്ര്യം നേടണം എന്ന രീതിയിൽ അവർ പുറത്തേക്ക് ചാടുകയും അങ്ങനെ അവരുടെ ജോലിയുടെ തിരക്കിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്ന തിരക്കിലോ പ്രസവിക്കാൻ പോലും സമയമില്ലാത്തവരായി തീരുകയും ചെയ്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ സമൂഹം പോയി എത്തി നിൽക്കുന്നത്.
ഒരു അമ്മയെ ഒരു കുഞ്ഞിനെ വളർത്തുക എന്നുള്ളതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ച്, മറ്റൊരു മനുഷ്യനോട് സഹായം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ഇന്നത്തെ സമൂഹം തീർത്തും അജ്ഞരാണ് എന്ന് വേണം പറയാൻ. ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്ന വാസ്തവത്തിൽ മറ്റൊരാളെ കൈപിടിച്ചുയർത്തുമ്പോഴാണ്. ഇപ്പൊ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തുക, എനിക്ക് 3 മക്കളാണുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തുക എന്ന് പറയുന്നത് അതിൽ തന്നെ വലിയ തൃപ്തി തരുന്ന സംഗതിയാണ്. നമ്മൾ വളർത്തിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും വളർന്നു വരുന്നത് നമ്മളുടെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആ കുഞ്ഞുങ്ങൾ. അത് നമ്മൾ എന്തെങ്കിലും പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. എല്ലാ അപ്പനും അമ്മ അങ്ങനെ തന്നെയാണ്, എൻ്റെ അപ്പനും അമ്മ അങ്ങനെ തന്നെയാണ്, എല്ലാ അപ്പനമ്മമാരും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കുഞ്ഞുങ്ങൾ നാളെ എന്നെ നോക്കിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ഇത് ഞാൻ വളർത്തിയതാണ് എന്നുള്ള എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. കുഞ്ഞിനെ വളർത്തുമ്പോൾ തന്നെ ഒരു മനുഷ്യന് അതിൻ്റെ സംതൃപ്തി, ഒരു അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ സംതൃപ്തി കിട്ടുന്നു. അച്ഛനും അമ്മയ്ക്കും തുല്യ കോൺട്രിബ്യൂഷനാണ്. അമ്മയെ സംബന്ധിച്ച് അതിനകത്ത് അമ്മ പ്രസവിക്കുന്നു, അതിൻ്റെ ഈക്വൽ ഷെയർ പുരുഷൻ എടുക്കാതെ വന്നതുകൊണ്ടാണ് പുരുഷന്മാർ കള്ളു കുടിക്കുകയല്ല അങ്ങനത്തെ പരിപാടികളിലേക്ക് നീങ്ങി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നീങ്ങി നിൽക്കുകയും സ്ത്രീകളുടെ തലയിൽ ഇത് മുഴുവൻ ഇട്ട് കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് സ്ത്രീകൾ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിട്ടു നിന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ ഹൗസ് വൈഫ് ആണെങ്കിൽ, സ്ത്രീ വീട്ടിൽ ജോലി ചെയ്ത് വീട് വളർത്തിക്കൊണ്ട് പോകുന്ന ഒരാളും ഭർത്താവ് പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളുമാണെങ്കിൽ പുരുഷന്റെ വിചാരം പുരുഷൻ മാത്രം ജോലി ചെയ്യുന്നു, സ്ത്രീ ജോലി ചെയ്യുന്നില്ല എന്നാണ്. രണ്ടുപേരും തുല്യമായിട്ടാണ് ജോലി ചെയ്യുന്നത്. കാരണം ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ആ കുടുംബത്തിന് പണം വേണം. 2, ഈ കുടുംബത്തിൽ നിരന്തരമായ ശ്രദ്ധ ആവശ്യമുണ്ട്. ഈ കുടുംബത്തിന് നിരന്തരമായ ശ്രദ്ധ എന്ന് പറയുന്നത് അമ്മ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അച്ഛൻ പുറത്തുപോയി പണം സമ്പാദിച്ചു. രണ്ടുപേരും തുല്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ പണം ഒരു വലിയ കോൺട്രിബ്യൂഷനും ഈ കുടുംബത്തിലെടുക്കുന്ന അധ്വാനം എന്നുള്ളത് ഒരു കുറഞ്ഞ കോൺട്രിബ്യൂഷനുമായി കാണുന്ന ഒരു അതിനെന്താ പറയുക, നമ്മൾ മെയിൽ ഷോവനിസം എന്ന് പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് ആത്മഹത്യ ചെയ്ത അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം നമ്മളുടെ കത്തോലിക്ക സമൂഹത്തിൽ നിലനിൽക്കുന്ന മെയിൽ ഷോവനിസമാണ്. അത് ഒരു തരത്തിലും നമ്മുടെ സമൂഹത്തിന് അശേഷം കുറഞ്ഞു പോയിട്ടില്ല. നമ്മൾ 2025 ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിലും ഈ മെയിൽ ഷോവനിസം എന്ന് പറയുന്ന സാധനം, അതായത് ആണുങ്ങൾ എന്തോ കുറച്ച് മുന്തിയ ആൾക്കാരാണ് എന്നുള്ള ആ ചിന്ത നമ്മളുടെ കത്തോലിക്ക സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ഹയർ ക്ലാസ് ഹിന്ദു സമൂഹത്തിൽ നിന്നോ ഒഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ വളരെ പെട്ടെന്ന് അധപതിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തുല്യത അംഗീകരിച്ച് വീട്ടിൽ നിന്ന് ഈ കുടുംബം നോക്കുന്ന സ്ത്രീ പുറത്തു പോയി ജോലി ചെയ്യുന്ന പുരുഷന് തുല്യമോ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ അധികമോ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കുടുംബത്തിലേക്ക് ചെയ്യുന്ന ആളാണ് എന്നുള്ള ആ ഒരു ബോധ്യം, അത് ചുമ്മാതെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ അംഗീകരിച്ചേക്കാൻ വേണമെങ്കിൽ അങ്ങനെയല്ല, അതൊരു ബോധ്യമായി വരണം. അതൊരു ബോധ്യമായി വരുന്നത് വരെ ഈ സമൂഹങ്ങൾക്കൊന്നും ഉയർച്ച ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പം നമ്മുടെ സമൂഹത്തെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസറുകളിൽ ഒന്ന് സ്ത്രീ പുരുഷ തുല്യതയില്ലായ്മയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത് വലുതായിട്ടുണ്ട്. കൂടാതെ ഈ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സമൂഹം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോലും അമ്മമാർ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു. കൂടാതെ സമൂഹത്തിൽ ചുറ്റും നോക്കിയ റോൾ മോഡൽസിന്റെ ഒരു വലിയ ആബ്സൻസ്. റോൾ മോഡൽസ് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, റോൾ മോഡൽസ് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു തരത്തിലും ഉയർന്നു വരാൻ പറ്റാത്ത രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിന് തലപ്പത്ത് കയറിയിരിക്കുന്നത് മുഴുവൻ വളരെ വികലമായ മനസ്സുള്ളവരും പണം ഉണ്ടാക്കണമെന്ന് മാത്രം ആഗ്രഹമുള്ളവരും, ആരെ വേണമെങ്കിലും ചതിക്കാം, ആരെ വേണമെങ്കിലും കൊല്ലാം, എന്ത് വേണമെങ്കിലും കച്ചവടം ചെയ്യാം, എന്ത് ലഹരിയും വിറ്റ് കാശുണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന യാതൊരു മൂല്യബോധവുമില്ലാത്ത മനുഷ്യരുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വ്യക്തി എന്നുള്ള ആ ഒരു പാർട്ടാണ് ഈ സെക്ഷൻ നമ്മൾ കവർ ചെയ്തത്. നാളെ നമ്മൾ എങ്ങനെ ലഹരിയിലേക്ക് എത്തിപ്പെടുന്നു, അതിൻ്റെ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നാളെ ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്.